want to catch your dreams, you have to chase it. Welcome to Craftwonders. ഇന്ന് ഞാൻ നിങ്ങൾക്ക് Dreamcatcher എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. Dreamcatcher എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലും അതുപോലെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ റൂമുകളൊക്കെ അലങ്കരിക്കാനായിട്ട് ഈ Dreamcatcher യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അമേരിക്കക്കാരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ദുസ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന ദുസ്വപ്നങ്ങൾ, നൈറ്റ്മെയർസിനൊക്കെ ഇത് ഇല്ലാണ്ടാക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. അത് കൂടുതലും എസ്പെഷ്യലി അവർ കിഡ്സിൻ്റെ റൂമിലാണ് ഇത് കൂടുതലും ഈ Dreamcatchersൊക്കെ അവർ ഹാങ് ചെയ്തിടുന്നത്. പക്ഷെ നമ്മൾ മലയാളികളും ഇതുപോലത്തെ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും പക്ഷേ ഈ Dreamcatcher നമ്മൾ ആ ഒരു രീതിയിലല്ല. കാരണം ആ ഒരു തൂവലും ആ ഒരു ബീഡ്സും ആ വെബൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു അട്രാക്ഷനാണ് നമ്മൾ ആ റൂമിൽ ഹാങ് ചെയ്തിടുമ്പോൾ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഹാങ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് Dreamcatcher. നമുക്ക് ഇതുപോലെ തൂവലും ബീഡ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് Dreamcatcher ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കുറച്ച് Dreamcatchersൻ്റെ കളക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ മൾട്ടി കളേഴ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കുട്ടികളുടെ റൂമിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇത് റെഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ മിറർ പിടിപ്പിച്ചിട്ടുണ്ട്, മിററും സ്റ്റോണൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇന്ന തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് ചെയ്യാം. ഇതൊരു വയലറ്റ്, ഇതിങ്ങനെ 3-4 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു വലിയ റിങ്, ഇത് നമ്മുടെ കുട്ടികളുടെ വളയാണ്. പെൺകുട്ടികളുള്ള വീട്ടിലെന്തായാലും ഇതുപോലത്തെ വളകളൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ. അത് ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് പൊടി പിടിച്ച് അതുമത്തെ ഡിസൈനൊക്കെ പോയിണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആ വളകളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ Dreamcatcher ആണ് ഇത്. നമുക്ക് ഇതേ പറഞ്ഞ പോലെ ഡോറുമ്മലും അതുപോലെ കാറിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ബെല്ല് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, ഒരു ചെറിയൊരു സൗണ്ടിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഈ ഡോറുമ്മലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോറുമ്മലൊക്കെ ഹാങ് ചെയ്തിടാം. ഇതൊരു 3-4 ഓറഞ്ച്, ഗ്രീൻ, പിങ്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് Dreamcatcher ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് ഞാൻ ഗ്രീനും ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിൽ ചെയ്ത ഒരു Dreamcatcher ആണിത്. അതായത് ഗ്രീനും ബ്ലൂവും വൈറ്റും ഒക്കെ നമുക്ക് എപ്പോഴൊരു നല്ല നമ്മുടെ കണ്ണിന് തന്നെ ഭയങ്കര ഒരു ഇത് തരുന്ന ഇതാണല്ലോ, ആ ഒരു കോമ്പിനേഷനിൽ ചെയ്തതാണ്. ഇത് ഞാൻ ഇതുപോലെ നമുക്ക് മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള തൂവൽ ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്കൊരു കമ്പി എടുത്തിട്ട് അതിൽ ഇങ്ങനെ എല്ലാ തൂവലുകളും കെട്ടി കൊടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ കുറച്ച് ആർഭാടായിട്ടുള്ള ഒരു വർക്കാണ്. ആർഭാടെന്ന് ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല, ഇതുപോലെ കുറേ തൂവലും ഫിറ്റിങ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ റൂമിലൊക്കെ രസമായിരിക്കും. പിന്നെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് Dreamcatcher ആണ്. അതുപോലെ ചെറിയ ചെറിയ ഹാങ്ങിങ്സുകൾ, ഇവിടെ ഞാൻ തൂവലിന് പകരം ഇതുപോലെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് തൂവൽ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ടേസ്റ്റിലുണ്ടാക്കിയിട്ട് ഇതുപോലെ ബെല്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. റിബൺ വെച്ച് ഒരു ചെറിയൊരു ക്രിസ്മസ് മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്രിസ്മസിനൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതൊരു പിങ്ക്, ബ്ലൂ, വയലറ്റ് കോമ്പിനേഷനിൽ. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പിങ്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇങ്ങനത്തെ വൈബ്രൻറ്റ് കളേഴ്സിനോടാണല്ലോ അവർക്ക് ഇഷ്ടം. റൂമിലൊക്കെ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ കുറേ മണികളൊക്കെ ഹാങ് ചെയ്തിട്ട് കൊടുത്ത് അങ്ങനെ ചെയ്തതാണ് ഞാൻ. കുറച്ച് ഇതുപോലെ റിബൺസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ആർഭാടായിട്ട് ചെയ്ത് കൊടുത്തതാണിത്. ഇതുപോലെ ഇതൊക്കെ നമുക്ക് ഡോറിലും അതുപോലെ കാർമലൊക്കെ ഹാങ് ചെയ്യാം. ഇപ്പം ഇതൊക്കെ നമുക്ക് ചെറിയതൊക്കെ നമുക്ക് ഇതുപോലെ ബാംഗിൾസിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.
ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് റിബൺ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റിബൺ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വൂളോ അല്ലെങ്കിൽ എംബ്രോയിഡറി ത്രെഡോ എന്ത് വേണമെങ്കിലും ഇത് ചുറ്റാനായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ വീതിയുള്ള റിബൺ ആണ് എടുത്തിട്ടുള്ളത്. വീതിയുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ഫസ്റ്റ് ഇതെടുക്കുക. എടുത്തിട്ട് നമ്മളിതുപോലെ നോട്ടിടുക. ഇത് നന്നായി ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതഴിക്കുക. അതഴിച്ചിട്ട് ഇതും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് കെട്ടാം. നമുക്ക് വെബ് ചെയ്യാം. വെബ് ചെയ്യാനായിട്ട് ഞാനിവിടെ മൾട്ടി കളറായിട്ടുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നൈലോൺ ത്രെഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പകരം നമുക്ക് ഇതുപോലെ എംബ്രോയിഡറി ത്രെഡ് എടുക്കാം, വൂള് വെച്ചിട്ട് ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് ഇനി നമുക്കിത് ഇതുപോലെ ഒരു ചെറിയൊരു ടൂത്ത് പിക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നീഡിലോ ഒക്കെ ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെബ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നടുമടക്കുക. മടക്കുക. മടക്കി നമുക്കിതിൽ ഇതുപോലെ വെബുകൾ കറക്റ്റ് ലൈനിൽ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഇതുപോലെ ചെയ്യണത്. ഇതിപ്പോൾ 16 എണ്ണം വരുന്നുണ്ട്. നമുക്ക് 8 എണ്ണം വേണമെങ്കിൽ 8 എണ്ണം ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. കറക്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ 8 എണ്ണത്തിന് ചെയ്യണം. നമുക്ക് 16 എണ്ണം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ മടക്കിൽ ഇവിടെ അടയാളപ്പെടുത്തിയാൽ മതി. ഇതിൻ്റെ ഇടയിലത്ത് ഞാൻ അത് എടുക്കണില്ല. ഞാൻ 8 എണ്ണം ചെയ്യണുള്ളൂ. കാരണം ഇത് ചെറിയ റിങ് ആയതുകൊണ്ട് നമുക്ക് 8 എണ്ണം മതിയാവും. ഇനി ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് ഇവിടെ ടൈ ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ അടയാളം ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതിങ്ങനെ കറക്റ്റ് വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ ചെയ്യണത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ നോട്ട് ഇട്ടല്ലോ, ഇനി ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരിക.
ഇതേപോലെ തന്നെ നമ്മൾ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക. ഇത് നമുക്ക് എത്രത്തോളം വെബ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ ചെയ്യണം. അതുപോലെ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. ഇതിൽ ഈ വെബ് ഇത്രയും ചെറുതാക്കാൻ പറ്റുന്ന അത്രയും ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിരിക്കും കാണാൻ, കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്ര ചെറുത് വേണമെങ്കിൽ ഇത്രയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും റൗണ്ടാണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നീങ്ങിപ്പോവില്ല. സെൻറ്ററിലൊക്കെ ഇതുപോലെ ഞാനിവിടെ കുറച്ച് ഷെല്ലും മിററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതുപോലെ ഷെല്ലും മിററൊക്കെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഹാങ്ങിങ് പിടിപ്പിക്കാം. ഹാങ്ങിങ് പിടിപ്പിക്കാനായി ഞാൻ സെയിം ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ഒരുപാട് തൂവലുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സെപ്പറേറ്റ് തൂവൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ റെഡും പിന്നെ ഒരു വയലറ്റ് ഗ്രീൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതൊന്ന് ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. തേച്ച് കൊടുക്കുക. കെട്ട് പോവാതിരിക്കാനാണ് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബീഡ് ഉപയോഗിക്കാം. നമുക്ക് കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ബീഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതവിടെ കറക്റ്റ് കിടന്നു, അവിടെ കറക്റ്റ് നിന്നോളൂ. കണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ ബീഡ്സ് ഇടണമെങ്കിൽ ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിൽ നോട്ട് 2-3 നോട്ട് ഇട്ടിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ സെൻറ്ററിൽ പിന്നെ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണമായിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം ചെയ്യാം, 2 എണ്ണം വേണമെങ്കിൽ ചെയ്യാം, 3 എണ്ണം, എത്ര നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഉണ്ടല്ലോ ഇതിലിപ്പോൾ ഞാൻ ഇതുപോലെ ബീഡ്സുകൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തൂവലുകൾ നമ്മൾ അതിനൊരു മാച്ച് ചെയ്യണ രീതിയിൽ ചെയ്യാം. അതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് ഹാങ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് നൂല് ഇതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ വേണമെങ്കിൽ ടേസിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് കളർ കോമ്പിനേഷൻ. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരണം. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നൊരു പേജ് ഉണ്ട്. ആ പേജിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്
ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.